ഇപ്പോൾ അത് രാത്രി ഒരു 12:30 മണിയായി കാണും. ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. കൊൽക്കത്ത എയർപോർട്ടാണ്. ഇവിടെ നമ്മൾ വെളിയിലിറങ്ങുന്നതിന് മുമ്പേ നല്ല ഇഡലി കിട്ടും. നല്ല സൂപ്പർ ഇഡലി, നല്ല പഞ്ഞു പോലത്തെ ഇഡലി. ഇത് idli.com എന്ന് പറയുന്ന ഒരു കടയാണ്. എയർപോർട്ട് ഇൻസൈഡിൽ, കാരണം നമ്മൾ ലാൻഡ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും രാത്രിയൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇഡലി കഴിക്കാറുണ്ട്. നല്ല സൂപ്പർ ഇഡലിയാണ്. കണ്ടോ, ഒത്തിരി ഇഡലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ ഒത്തിരി ഉണ്ടെന്ന് അർത്ഥം. ഇത് കൊൽക്കത്തയാണ് സ്ഥലം. അപ്പോൾ കൊൽക്കത്തയിൽ അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയും മറ്റ് വിഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇഡലിക്ക് വളരെ ഡിമാൻഡാണ് ഇവിടെ. അത് സൂപ്പർ ഇഡലി കേട്ടോ. ഷെഫ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ടോ. ഈ രാത്രിയിലൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ നല്ല ചട്നി, അതുപോലെ തക്കാളിക്ക ചട്നി, മല്ലിയില ചട്നി, അതുപോലെ ഇഡലിപ്പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ ഇഡലിപ്പൊടി. അല്ല, സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് രാത്രി വരുവാണെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് രാത്രി ഒരു 1 മണിയായി കാണും ഇപ്പം. കാരണം ഞങ്ങൾ 12:30 ഓർഡർ ചെയ്തു, തന്നു. ഇത് എയർപോർട്ടിൻ്റെ വെളിവശമാണ്. ആൾക്കാരൊക്കെ നിൽക്കുന്ന ഈ ഉള്ളിൽ 8 മണിയായി കാണും. ടാക്സിക്കും അവിടെ കാണുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നല്ല മോമോസ് കിട്ടുന്നുണ്ട്. നല്ല മോമോസ് അകത്ത് നമുക്ക് ഇഡലി കഴിച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് സാധിക്കും. ഇഷ്ടമുള്ള സ്ഥലമാണ്. എപ്പോഴും എനിക്ക് ട്രോളി കൊണ്ടുവന്ന് ഭയങ്കര രസമാണ്. ഇങ്ങനെ അടുക്കി കൊണ്ടുവന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ എയർപോർട്ടിൽ ചെല്ലുമ്പോഴും എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ട്രോളി ഇങ്ങനെ അടുക്കി കൊണ്ടുവന്ന് നോക്കിക്കേ. എന്തൊരല്ലേ രസം ഇതൊക്കെ കാണാൻ. ഇത് രാത്രി 2 മണിയായി കാണും കേട്ടോ. എല്ലാവരും ഉണ്ട് അവിടെ, നിൽക്കുകയാണ് എല്ലാവരും. ഓക്കേ.